പ്രിയ സ്നേഹിതരെ, സഹനങ്ങൾക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വേഴ്സ്റ്റായ പ്രത്യേകത ഒന്നിൻ്റെ പിന്നാലെ മറ്റൊന്നായി സഹനം കടന്നു വരുമെന്നതാണ്. ഒരു സഹനം ഒഴിഞ്ഞു മാറിയതിൻ്റെ സന്തോഷത്തെ അല്പമൊന്ന് വിശ്രമിക്കാമെന്ന് കരുതുമ്പോഴാണ് അതിനേക്കാൾ മോശമായൊരു സഹനമെന്ന് നമ്മൾ വിളിച്ചുണർത്തുക. അതിനെയും ഒഴിവാക്കി വാതിലടയ്ക്കുമ്പോഴേക്കും മറ്റൊന്നിൻ്റെ വരവായി. തോരാതെ പെയ്യുന്ന മഴ പോലെ ദുരന്തങ്ങളുടെ ജീവിതത്തിൽ വന്നു പതിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് വിശ്വാസത്തിൽ നിലനിർപ്പിക്കാനാവുക എന്നതൊരു ആത്മീയ പ്രശ്നമാണ്. ജോബിനെ പരീക്ഷിക്കുവാൻ സാത്താൻ കടന്നു വരുമ്പോൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി സഹനവും കടന്നു വരുന്നുണ്ട്. ആദ്യം ഷേബക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കുന്നു, കാളകളെയും കഴുതകളെയും അപഹരിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ ദൈവത്തിൻ്റെ അഗ്നി ആകാശത്ത് നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളയുന്നു. മൂന്നാമതായി കൽദായർ 3 കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഒടുവിൽ ജോബിൻ്റെ പുത്രന്മാരും ഒരു സർക്കാരത്തിനിടയിൽ മരുഭൂമിൽ നിന്ന് വീശുന്ന കൊടുങ്കാറ്റ് പതിച്ച് വീട് തകർന്ന് അതിൽ മരിച്ചു പോകുന്നു. അങ്ങനെ സമ്പത്ത് നാമാവശേഷമായി. ദാസ്യദാസന്മാർ കൊല്ലപ്പെട്ടു, പുത്രിപുത്രന്മാർ മരണപ്പെട്ടു. അവൻ്റെ ശരീരവും രോഗവണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ 4 സഹനങ്ങളിലൂടെ ഒന്നിൻ്റെ പിന്നാലെ മറ്റൊന്നായി ജോബ് തകർന്നു പോവുകയാണ്. ഈ ദുരന്തത്തോട് അവൻ പ്രതികരിച്ചത് 2 വിധത്തിലാണെന്നേ. അവൻ എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്യുന്നു. പിന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അങ്കി വലിച്ചു കീറുക, ശിരസ് മുണ്ഡനം ചെയ്യുക എന്ന് വെച്ചാൽ ഉള്ളിലെ ആത്മനൊമ്പരങ്ങളുടെ ബാഹ്യപ്രകടനമാണ്. അൻ എക്സ്പ്രഷൻ ഓഫ് വീപ്പിംഗ്. രണ്ടാമതായി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, എ ഹാർട്ട് ഫെൽറ്റ് വർഷിപ്പ്. അവൻ ആദ്യം സങ്കടപ്പെട്ട് പിന്നെ ആരാധിച്ചു. ഹി വീപ്സ് ആൻഡ് ദെൻ ഹി വർഷിപ്സ്. ഉത്തരമില്ലാത്ത സഹനാനുഭവങ്ങളോട് ഒരു ഉത്തമ വിശ്വാസി പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണെന്നേ. വി ഹാവ് ടു വീപ്പ് ആൻഡ് ദെൻ വി ഹാവ് ടു വർഷിപ്പ്. ഇടതടവില്ലാതെ സഹനം കടന്നു വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി ലോകവും അതിനോട് പ്രതികരിക്കുന്നത് 2 വിധത്തിലാണ്. ദുരന്തം വരുമ്പോൾ ലോകവും നമ്മളും ഒരുപോലെ സങ്കടപ്പെടും. എന്നാൽ ലോകം ആ സങ്കടത്തെ പ്രതിഷേധമാക്കി മാറ്റും. ദൈവനിഷേധിയും വിഷാദിയുമായി അവരത് മാറ്റിയെടുക്കും. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. സങ്കടങ്ങളെ ദൈവത്തിനുള്ള സ്തുതികളും പ്രാർത്ഥനകളും ആരാധനയുമായി മാറ്റുവാൻ കരുത്തുള്ളവരാണ്. ആകയാൽ നമ്മുടെ സങ്കടങ്ങൾ മാത്രമായി മാറാതിരിക്കട്ടെ. അത് ദൈവത്തിനുള്ള സ്തുതികളായി ഉയരാനുള്ള വിശ്വാസ ദൃഢതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.